ശ്രീനാരായണ പരമഗുരവേ നമഃ. സുപ്രഭാതം. 1122 ദിവസമായ ഇന്ന് 2024 ജൂൺ മാസം 10 തീയതി തിങ്കളാഴ്ച. 1199 ആണ്ട് ഇടവമാസം 27 തീയതി. ഗുരുവചനങ്ങളിലൂടെ വിവേകം താനേ വരുമോ? വരില്ല. യത്നിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ദേഹമനശുദ്ധികൾ വേണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മതമത്സരങ്ങൾ വെടിയണം. സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവുമുണ്ടാകും. ശ്രീനാരായണ ഗുരുദേവൻ. ശ്രീ മങ്ങാട് ബാലചന്ദ്രൻ തയ്യാറാക്കിയ ശ്രീനാരായണ ഗുരുവിൻ്റെ 366 മഹത്തായ ചിന്തകൾ എന്ന പുസ്തകത്തിൽ നല്ല പുസ്തകങ്ങൾ വായിക്കണം എന്ന ഭാഗമാണ് ഇന്ന് അവതരിപ്പിക്കുന്നത്. തൃശ്ശൂർ പെരിങ്ങോട്ടുകരയിലുള്ള തണ്ടാശ്ശേരിയിൽ ഭവനത്തിൽ ഗുരുദേവൻ വിശ്രമിക്കുന്ന വേളയിൽ നവമഞ്ജരിയുടെ അർത്ഥവിശദീകരണത്തോടെ പറഞ്ഞത്: വിവേകം താനേ വരുമോ? വരില്ല. യത്നിക്കണം. നല്ല പുസ്തകങ്ങൾ വായിക്കണം. ദേഹമനശുദ്ധികൾ വേണം. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കരുത്. മതമത്സരങ്ങൾ വെടിയണം. സത്യധർമ്മങ്ങൾ വെടിയരുത്. എന്നാൽ വിവേകവും സുഖവുമുണ്ടാകും. വിദ്യയുടെ അല്ലെങ്കിൽ അറിവിൻ്റെ പേടകങ്ങളാണ് പുസ്തകങ്ങൾ. പുസ്തകത്തിൽ സ്ഥാപിതമായിരിക്കുന്ന വിദ്യ അതിൽ തന്നെ ഇരിക്കുന്നത് കൊണ്ട് അത് കാണുന്നവന് യാതൊരു പ്രയോജനവും ഉണ്ടാകുന്നതല്ല. എന്നാൽ ആ പുസ്തകം ശ്രദ്ധയോടെ വായിക്കുന്നവനാകട്ടെ, അതിലെ വിദ്യ കൊണ്ട് അവൻ്റെ അറിവിൻ്റെ ചക്രവാളം വിപുലമാകുന്നു. കുറ്റാക്കൂരിട്ടത്ത് അകപ്പെട്ടവന് കണ്ണുകൾ തുറന്നു വെച്ചാലും യാതൊന്നും കാണുവാനാകാതിരിക്കുന്നത് പോലെയാണ് അറിവില്ലാത്തവൻ്റെ അവസ്ഥ. പായൽ കൊണ്ട് മൂടി പുല്ലുമേഞ്ഞു കിടക്കുന്ന ജലാശയം കരയാണെന്ന് ധരിച്ച് നടക്കുവാൻ തുടങ്ങുന്ന വിവേകശൂന്യന് അപകടം സുനിശ്ചിതമാണല്ലോ. ഇങ്ങനെ വസ്തുബോധവും ലക്ഷണബോധവും ലക്ഷ്യബോധവുമില്ലാത്ത അവിവേകിയുടെ മനസ്സ് എന്തിലും വേഗം അടിമപ്പെട്ടു പോകും. അവൻ പുറമല്ലാതെ ഒന്നിൻ്റെയും അകമറിയുന്നവനല്ല. പുറമേയിരിക്കുന്ന തോടിനെ എടുത്തിട്ട് അകമേയിരിക്കുന്ന കുരുവിനെ കളയുന്ന അവന് ശുദ്ധിയെന്ത്, ധർമ്മമെന്ത്, സത്യമെന്ത് എന്നൊന്നും വിവേചിച്ചറിയുവാൻ കഴിയുകയില്ല. അതുകൊണ്ട് അവിവേകിയുടെ ജീവിതം ആപത്തുകളുടെയും ദുരിതങ്ങളുടെയും കൂട്ടം കൊണ്ട് വേഗം കെട്ടുപോകും. വിളക്കുണ്ടായാൽ പോരാ, അതിൽ നാളം കൂടി വേണം. എങ്കിലേ നമുക്ക് ചുറ്റുപാടും കാണാനാവും. എന്ന പോലെ നല്ല ഗ്രന്ഥങ്ങൾ നിത്യവും വായിക്കണം. അപ്പോൾ നമ്മുടെ ഉള്ളിനെ മറച്ചു നിൽക്കുന്ന അജ്ഞാനത്തിൻ്റെ മാറാലകൾ അകന്നു പോവുകയും വിവേകം കൊണ്ട് ബുദ്ധി പ്രകാശിക്കുകയും ചെയ്യും. ഏവർക്കും നന്മ നിറഞ്ഞ ഒരു സുദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. ഗുരുധർമ്മം ജയിക്കട്ടെ. ശബ്ദം നൽകിയത് സുജീഷ് മഹേശ്വരി.